ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ട് ഇന്നത്തെ ദിവസം മോശമാണോ നല്ലതാണോ എന്നൊക്കെ. അപ്പോൾ അറിയാലോ, ഞായറാഴ്ച കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങുക. അപ്പോൾ അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ നമ്മുടെ തോമുവിൻ്റെ വണ്ടിയാണ് കേട്ടോ. തോമുവിന് ആകെ സർപ്രൈസായ വണ്ടിയാണ് മുമ്പിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മൂപ്പര് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, വണ്ടിയിൽ കയറലും എടുക്കലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു അന്തരീക്ഷം, ചൂടുമില്ല എന്നാൽ മഴയുമില്ല, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ, അപ്പം ഞാനും ഡാഡിയും കുറച്ച് നേരത്തെ എണീറ്റു. സാധാരണ ഡിവൈനാണ് ഫസ്റ്റ് എണീറ്റ് കാര്യങ്ങൾ ചെയ്യാറ്. ഇന്ന് ഞാനാണ് കേട്ടോ എണീറ്റ് രാവിലത്തെ കട്ടനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് ഡാഡിയുടെ വക വെച്ചിട്ടാണ് ഡാഡി ഡൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഡാഡിക്ക് അത് കൃത്യമാണ്, ഒന്നെങ്കിൽ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ അത് ചെയ്യാന്നുള്ളത് കേട്ടോ. അത് അങ്ങനെ ഒരു ശീലമാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഡോൺ പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് പോകേണ്ട ഒരു അപ്പോൾ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സൺഡേ ഹോളിഡേ മുടക്കാണെങ്കിൽ പോലും തൊട്ടടുത്തായതുകൊണ്ട് ഏതെങ്കിലും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവനൊന്ന് പോയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് പോയി വരുന്നോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് വന്നത്. വേറെ ഒന്നും ചെയ്യേണ്ടാന്നുണ്ട്. അവൻ അങ്ങനെ പുറത്തേക്ക് ആ സമയത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വരുമ്പോഴേക്ക് ഞാൻ ഇറച്ചി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉച്ചയിലത്തേക്ക് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലത്തെ സ്റ്റോക്ക് അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് വെക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിമ്പിളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ പിന്നെ ചൊവ്വയും വെള്ളിയും പിന്നെ നിങ്ങൾ കഴിച്ച ആഴ്ച കണ്ടിട്ടുണ്ടാവും, മൊത്തം ഒരു എന്താ പറയുക ഡ്രൈ വീക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു അനക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടല്ല കേട്ടോ, മാതാവിൻ്റെ അവിടെ തിരി കത്തിച്ച് അപ്പോൾ പഴയ ഇറച്ചിയൊക്കെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു. ഇതിപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പാനൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്നലെ ഞാൻ നേരത്തോടെ ക്ലോസ് ചെയ്തല്ലോ, ഞാൻ ചപ്പാത്തിയൊക്കെ പിന്നീടാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ബോൺലെസ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ഒന്നിച്ചാണ് നമ്മൾ ബോൺലെസ് സാധാരണ ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഈ ആഴ്ച നമ്മുടെ പാച്ചുമില്ലാത്ത കാരണം അതങ്ങനെ അവിടെ ഇരുന്നു. കുറച്ച് ബാക്കി വന്നു. പിന്നെ ഫിഷ് ഒരു പാത്രം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് വേഗം കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചാക്കോച്ചൻ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ രാവിലെ എണീക്കും. മൂപ്പര് ഒരു 5:30-6 ആകുമ്പോൾ എണീക്കും. അപ്പോഴാണ് ഡിവൈൻ താഴേക്ക് ഇറങ്ങി വരാറ് കേട്ടോ. കാരണം അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമല്ലോ എന്ന് ഇതില്ലേ. അപ്പോൾ ഡാഡി രാവിലെ തന്നെ എനിക്ക് കുരുമുളക് പൊടിച്ച് തന്നു. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ അതൊക്കെ എൻ്റെ പണികളാണ് കേട്ടോ. അതൊക്കെ ഞാനാണ് സാധാരണ ചെയ്ത് വെക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ ചായ വെച്ചു. ഇന്ന് സാധാരണ പാലിൽ ബ്രൂ ഇടാണ്, നെസ്കഫി അല്ല സൺറൈസ് ഇടാറ പതിവ്. ഇന്ന് ഞാൻ ചായ വെച്ചു. ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അപ്പോൾ കടലക്കറിയും പത്തിരിയും പൊറോട്ടയും ഇറച്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ പത്തിരി വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് കടലക്കറിയും കൂടി വാങ്ങി. അപ്പോൾ ഇറച്ചിക്കറി ഓൾറെഡി ഞാൻ ഇന്ന് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഉച്ചയ്ക്ക് എടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ച് അതവിടെ വെച്ചു. അങ്ങനെ അവർ മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെയും കൊണ്ടാണ് പോവുക. കാരണം ചാക്കോച്ചന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇത്തിരി കഴിഞ്ഞാൽ വെറുതെ കിടന്ന് കരയും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ആ കരയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കരയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മമാരുടെ കൂടെ ആകുമ്പോൾ സേഫായിട്ട് പോകില്ല, പിന്നെ കാറിലിരുന്ന് പോയി വരികയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കി കഴിഞ്ഞ് ഡാഡി ഗേറ്റൊക്കെ പൂട്ടി പോരുകയാണ്. കാരണം ഗേറ്റ് ഇപ്പോൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ വല്ലവരും വന്ന് വാതിലാച്ച ഫ്രണ്ടിൽ നമ്മൾ അറിയാണ്ട് തുറന്നിടുമല്ലോ. ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് തുറന്നിടും, പക്ഷേ ആരെങ്കിലും വന്ന് ഉമ്മർത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് എപ്പോഴും ലോക്ക്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടികളൊക്കെ വെച്ച് തൽക്കാലം ഇവിടേക്ക് കയറ്റി വെച്ചിരിക്കുക. ഒന്ന് പിടിച്ചതിന് ശേഷം അകത്ത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആമയിലത്തെയോ എല്ലാതും ഉഷാറായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മറ്റേ വേസ്റ്റ് ആക്രി കൊണ്ടുപോകണ ഒരു ചേച്ചി വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ട് കുറേ ചട്ടികളൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊടുത്ത് അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ മൊത്തമൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഈ ഷൂവിൻ്റെ സംഭവം ഇന്നും നടന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒന്ന് ഒതുക്കണമെന്ന്, പക്ഷേ ഇന്നും നടന്നില്ല. കാരണം ഉച്ച വരെ കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോഴേക്കും ഡിമ്പിൾ വന്നു. അത് കഴിഞ്ഞ് അക്കിനോടെ പോയി. ആ വിശേഷമൊക്കെ നമുക്ക് വഴി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരും പോയോട് കൂടിയിട്ട് ഞാൻ നടയിലത്തെ
ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നേരെ കിച്ചണിലത്തെ പരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അവർ മാർക്കറ്റിലേക്ക് പോയിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവർ വരണതിന് മുമ്പ് സാധാരണ ഡിമ്പിളാണ് കറികളും ചോറ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്തെങ്കിലുമൊക്കെ വെക്കുക. ഞാൻ വിചാരിച്ചാൽ അവർ വരണതിന് മുമ്പ് വേഗം പണികൾ കഴിച്ചു വെച്ചാൽ പിന്നെ കൊണ്ടുവരുന്ന സാധനങ്ങൾ പെട്ടപ്പെട്ടേന്ന് ഒതുക്കാമല്ലോ. അപ്പം ഞാൻ ഇന്ന് പച്ചക്കറികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഒന്നും വേണ്ട, മല്ലിയില, പുതിനയില ഒക്കെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കാണിച്ചത് ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോ, ഞാൻ ഗ്യാരണ്ടി. കാരണം വേറെ കുറേ വാങ്ങിച്ചെങ്കിലും ഒന്നും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വെള്ള പ്ലേറ്റ് കുറേ ദിവസങ്ങളായിട്ട് പുറത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എത്ര കഴുകിയാലും നമ്മൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴുകുമ്പോൾ അത് പറ്റില്ല, അതും ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതെടുത്ത് അകത്ത്, അത് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ അതെടുത്ത് അകത്ത് വെച്ചു. കാരണം വെറുതെ എല്ലാ പ്ലേറ്റും കൂടി വലിച്ചു വാരി കിടന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇത് ഒതുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ആ പ്ലേറ്റ്. അപ്പോൾ ഞാൻ വെറുതെ 6 പ്ലേറ്റ് ഇത് വെച്ചു. പിന്നെ ബാക്കിയൊക്കെ അപ്പോൾ ഈ വെള്ള പ്ലേറ്റ് കളറ് കാണുന്നത് നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഓവനിൽ വെക്കുന്നത് പ്ലേറ്റാണ് അത് കേട്ടോ. അതാണ് ആ പ്ലേറ്റിൽ ആ മഞ്ഞ കളറും സംഭവം. ഇപ്പോൾ മീനായാലും എന്തായാലും ഞാൻ ഈ ഒരൊറ്റ പ്ലേറ്റാണ് ഓവനിലേക്ക് വെക്കുക. അത് മൈക്രോവേവ് സേഫാണ് കേട്ടോ. ആ പ്ലേറ്റ് നല്ല കട്ടിയാണ് ആ സംഭവത്തിന്. അങ്ങനെ അവിടേക്ക് ഒതുക്കിയിട്ട് ഞാൻ വിചാരിച്ചു ആ ഉള്ള ചിക്കൻ പീസ് എടുത്ത് വേഗം റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡിയാണ് എനിക്ക് ചോപ്പറിലൊക്കെ അരിഞ്ഞ് തന്നത് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് ഞാൻ വേഗം ഉള്ള പീസ് 6 പീസ് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് വേഗം ഞാനൊരു കുട്ടി കറി ഉണ്ടാക്കി. അപ്പോൾ അത് മല്ലിയിലേക്ക് ഇട്ട് നല്ല കുറുതായിട്ട്, വേറെ ഒന്നുമില്ല, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചു. അതുപോലെ തന്നെ സബോളയും ഇഞ്ചി, വേപ്പില, പച്ചമുളകൊക്കെ കൂടി ചോപ്പ് ചെയ്തു. അതിലേക്ക് മസാലപ്പൊടികളും കാര്യങ്ങളിട്ടു. ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ടു. എന്നിട്ട് ഈ ചിക്കൻ വെന്ത വെള്ളം ഞാൻ കുക്കറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചു കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുകിയപ്പോൾ കഷ്ണങ്ങളിട്ട് മല്ലിയിലയിട്ട് മൂടി വെച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഡിവൈനൊക്കെ വന്നു. ഞാൻ മാർക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി തുടങ്ങി. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് മീനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു മാർക്കറ്റിൽ. കാരണം ഇപ്പോൾ ഇതൊക്കെ നിരോധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡിമ്പിളും വന്നപ്പോൾ പറഞ്ഞു അവിടെ അതേ മീനൊന്നുമില്ല, ഭയങ്കര വിലയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ്റെ ബോൺലെസ് പിന്നെ സാധാരണ വെക്കാനുള്ളത്, പിന്നെ സൂപ്പിലേക്ക് ഇപ്പോൾ വർഷക്കാലം ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് സൂപ്പ് നല്ലതാണല്ലോ. നല്ല മഴ പെയ്യണ സമയത്ത് സന്ധ്യ നേരത്ത് ഒരു ഗ്ലാസ് സൂപ്പ് കുടിച്ചാൽ അത് കഴിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഉച്ചയിലത്തേക്ക് ഞാൻ ഫിഷ് ഫ്രൈ ഈ 5 പീസാണ് ബാക്കിയുണ്ടായിരുന്നത്, അതും കൂടി വറുക്കാനായിട്ട് ഞാൻ പുരട്ടി വെച്ചു. അതും കൂടി വറുത്തു. അപ്പോൾ പിന്നെ ബീഫ് കറിയായി, ചിക്കൻ റോസ്റ്റായി, മീൻ വറുത്തതായി, ഞായറാഴ്ച സുഖമായി. അങ്ങനെ ഇത് നമ്മളുടെ ബീഫ് കറി വേവിച്ചതാണ് കേട്ടോ, ബീഫ് വേവിച്ചതാണ്. അപ്പോൾ ഇത് കട്ട്ലേറ്റിലേക്ക് കൊടുക്കാം. മറ്റേത് ചാറായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാം. കട്ട്ലേറ്റിനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാനിട്ടു. ബാക്കി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്. ചോറ് റെഡിയാക്കി. അപ്പോൾ ചോറുണ്ണാറായി. നേരത്തോടെ പരിപാടികൾ കഴിഞ്ഞു. കാരണം കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇറച്ചി മീനൊക്കെ പട്ടിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ കുറച്ച് പണികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കറിയുടെ സെക്ഷൻ, ചോറും കറികളുടെ സെക്ഷൻ ഞാൻ ചെയ്തു. അപ്പോൾ തോമുവിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഡിവൈൻ കൊണ്ടുപോയേക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടിയും പടപടപടാന്ന് അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സിൻ്റെ അവിടേക്ക് ഞാൻ ഉച്ചയ്ക്ക് ശേഷം നോക്കുള്ളൂ എന്നുള്ള ഉറപ്പിൽ നിൽക്കാറുണ്ട്. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതുമെന്ന് എണീക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ആവാം, അതുവരെയുള്ള പരിപാടികൾ ഭംഗിയായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം റെഡിയായതിന് ശേഷം അപ്പോഴേക്കും ഡോണിന് ഏതൊരു കസ്റ്റമർ വന്നിട്ട് ഒന്ന് പോണ്ടി വന്നു. ഡോണും തോമും കൂടി ഒന്ന് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. സമയം 2:15 ആയപ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു. മറ്റേത് ഈ സമയമാകുമ്പോഴാണ് മാർക്കറ്റിലത്തെ സാധനങ്ങൾ ഒതുക്കി കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിവൈൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അക്കിനോടിക്ക്, മാമ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മാമ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അക്കിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ തോമോന് ഈ വണ്ടിയുടെ ഉള്ളിലിരിക്കണം എന്ന് ഒരു ഭയങ്കര മോഹം. അങ്ങനെ അവന് ആ വണ്ടി തിരിച്ച് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്നല്ല, ഏത് പുതിയ വണ്ടി വന്നാലും അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ പറയണത് കേട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ LKG പോകുന്ന സമയത്ത് വാശി പിടിക്കുത്ര അമ്മച്ചി ഇന്ന സാരി ഉടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട്. തോമോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോട് പറയാം നാളെ എനിക്ക് ഇന്ന വണ്ടിയിൽ പോകണം, മറ്റന്നാൾ എനിക്ക് ഇന്ന വണ്ടിയിൽ പോകണം, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞേൽപ്പിച്ചേക്കാം, അപ്പോൾ നാളെ എന്നെ ബെൻസിൽ കൊണ്ടുവന്നാക്കണം സ്കൂളിലേക്കെന്ന്. അവന് എല്ലാ വണ്ടികളുടെയും കാര്യങ്ങൾ പറയട്ടോ. ഒരാൾ മൊബൈലിൻ്റെ എല്ലാ A to Z ആണെങ്കിൽ ഒരാൾ വണ്ടികളുടെ കാര്യങ്ങളാണ് പറയാം കേട്ടോ. അപ്പോൾ ഡാഡി
ഈ സമയം കൊണ്ട് ദേ ഈ നമ്മളുടെ ഇവിടുത്തെ ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മണി പ്ലാന്റ്. അതൊക്കെ അവിടെ നിന്ന് 1-2 ചട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചു. ഇനിയും ഒന്ന് ചെയ്യാനുണ്ട്, എന്നാലും ഡാഡിക്ക് പറ്റാവുന്ന പോലെ ഡാഡിയും ഓരോ വശത്ത് വെച്ചു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഡാഡിയും പതുക്കെ ഫോട്ടോസ് എടുക്കായിരുന്നു. ഇത് നമ്മളുടെ ബോളിൻ്റെ നെറ്റ് ചെയിനാണ്. ഞാൻ ഇന്നലെ ശരിക്കും സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് കാണാത്തവർക്കുണ്ടല്ലോ, നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്ക് ഇത് കാണണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇത് ഇട്ടത്. ഇനിയിപ്പോൾ ഇന്നലെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം, കാരണം എനിക്കറിയില്ല. എന്തായാലും ഇട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത് നെറ്റിൻ്റെ ബോൾ ചെയിനാണ്. അപ്പോൾ ഇത് 1 ലെയറാണ്. പേളും ഉണ്ട്, മൾട്ടി കളറും ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സൈസിൻ്റെയും രണ്ടും കാണിച്ചിട്ട് രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കണത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ കൊച്ചു മണിയുണ്ട്, അതിൽ പേളുണ്ട്, മൾട്ടി കളറുണ്ട്. 6 പിടി. അത് കഴിഞ്ഞത് ഇത് 8 പിടിയാണ്. പേളും ഉണ്ട്, അത് തന്നെ മൾട്ടി കളറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കാണുകയും ചെയ്യാം. വാങ്ങിക്കേണ്ട കാര്യം വരുമ്പോൾ ഇതിൻ്റെ 8 പിടിയാണെങ്കിൽ 8 പിടി, ഇത് 8 പിടിയുടെ ഇതേ മൾട്ടി കളറ്. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പേളും കാണിക്കും, മൾട്ടി കളറും കാണിച്ച് അത് രണ്ടും കൂടി ഒന്നിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും 2 തന്നെയാണെന്ന്. കാരണം എത്രത്തോളം നിങ്ങൾക്കിത് വ്യക്തമാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നലെ കുറേ കുട്ടികൾ പറഞ്ഞു കേട്ടോ, നമ്മളുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം നമ്മളുടെ ആവശ്യം അത് തന്നെയാണ്. ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ കാര്യമായാലും വീഡിയോസിൻ്റെ കാര്യമായാലും ക്ലാരിറ്റി ഉണ്ടായാൽ കുറച്ചും കൂടി കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡംബൽസാണ്. ഡംബൽസ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ മണി താഴ്ത്തും, അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു മണികൾ മുകളിലേക്ക് വരുന്ന ആ പാറ്റേണാണ് നമ്മൾ ഈ ഡംബൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ഈ പറഞ്ഞ പോലെ എല്ലാ സൈസും ഉണ്ട്, 2 പാറ്റേണും ഉണ്ട്, പേളും ഉണ്ട്, മറ്റേ മൾട്ടി കളറും ഉണ്ട്. അപ്പോൾ അതിന് അതേ മാച്ചുള്ള വളകളാണ് കേട്ടോ അത്. അതായത് ഈ മൾട്ടി കളറിൻ്റെ അതേ കളറിലുള്ള വളകൾ. മറ്റേതിന് നമുക്ക് പേളിൻ്റെ വളയാണ് യൂസ് ചെയ്യാൻ സെറ്റിന് നല്ലത്. ആ പേളിൻ്റെ വളയും പേളിൻ്റെ കമ്മലും, അല്ലെങ്കിൽ ഈ ഇതിനാണെങ്കിൽ റൂബിയുടെ കമ്മലും ഈ വളയും ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റ് കാണാനായിട്ട്. ഇതിപ്പോൾ ഡംബൽസിൻ്റെ 2 പാറ്റേൺ, അതായത് നെറ്റിൻ്റെ പേളിൻ്റെയും മൾട്ടി കളറിൻ്റെയും. അപ്പോൾ എല്ലാത്തിനും വള ഒരേ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പേളിൻ്റെ വള എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചേക്കണം, ഇന്നത്തേൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, പേളിൻ്റെ വള എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചത്, ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നെറ്റ് ചെയിൻ്റെ കളക്ഷൻ. ഭയങ്കര ഭംഗിയുമാണ്, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ്. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന പാറ്റേണാണ് ഈ നെറ്റിൻ്റെ ബോൾ ചെയിൻ കേട്ടോ. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് വലിയ ബോളായിട്ട് ഇടുന്ന അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ല നീളത്തിൽ ചെറിയ മണികൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് കണ്ടമാനം കുട്ടികൾ കൊണ്ടുപോയ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാറ്റേണാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര എന്താ പറയുക, നല്ലൊരു റോയൽ ലുക്ക് പറയില്ലേ, നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ നെറ്റിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും കുറേ കാണിച്ചത് തന്നെയാണോ കാണിച്ചതെന്ന്. ഒരിക്കലുമല്ല. 6 പിടി, 8 പിടി, 10 പിടിയുടെ ഒരേ നീളം കുഞ്ഞു മണികൾ, അത് കൂടാണ്ട് വലിയ മണികളുടെ 6 പിടി, 8 പിടി, 10 പിടി, പിന്നെ ഡംബൽസിൻ്റെ 6 പിടി, 8 പിടി, 10 പിടി. അപ്പോൾ 3 പാറ്റേൺ ഇൻറ്റു 2. അപ്പോൾ അത്രയും പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഒക്കെ ഒന്നാണല്ലോ എന്ന്. ഒരിക്കലും ഒന്നല്ല, 3 ഡിസൈനിൽ വരുന്നുണ്ട്, അത് 2 പാറ്റേൺ അങ്ങനെയാണ് കേട്ടോ വരണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വള. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഫുൾ ഗോൾഡിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈമിടുമ്പോൾ വേദനയോ അല്ലെങ്കിൽ വേറെ ചില വളകളുണ്ട് കൈമിടുമ്പോൾ ഭയങ്കര ഒരണ്ടാവും. ഇത് അങ്ങനെയില്ല, നമ്മുടെ ഗോൾഡാണ്, പ്ലെയിൻ ഗോൾഡാണ് ഉള്ളിൽ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഡാഡി അത് ബോക്സുകളിലേക്ക് എടുത്തു വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒതുക്കണോട് കൂടിയിട്ട് ഓരോ സെക്ഷൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ് പതിവ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട്. കുറേ കണ്ടമാനം ഓർഡേഴ്സ് ഇതുപോലെ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടാണ് എനിക്കിപ്പോൾ ഓർഡർ തരുന്നതും ഞാൻ സെൻഡ് ചെയ്യണതും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, കാരണം സ്റ്റാറ്റസ് കണ്ട്
എനിക്ക് പറയുമ്പോഴേക്കും ചിലപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ ആ സ്റ്റാറ്റസ് മാഞ്ഞു പോകും. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എടുക്കുന്നത് ശരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കിതിൻ്റെ വില എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്, ഇനിയിപ്പോൾ അതിൻ്റെ ഒറ്റയ്ക്കൊരു ഫോട്ടോ വേണമെങ്കിലായാലും ഞാനത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷനോട് കൂടിയിട്ട് ഉച്ചതേ കഴിഞ്ഞു. ഒന്ന് ഡാഡി ഇത്തിരി നേരം ഒന്ന് കിടന്ന് എണീറ്റു. അപ്പോൾ ഞാൻ കിടക്കാൻ നിന്നില്ല, ഞാൻ കുറച്ച് നേരം ഫോണും ഒക്കെ നോക്കിയിരുന്നു. നമ്മൾ യൂട്യൂബിൽ ആ സമയത്താണ് ഓരോന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 5 മണിയായപ്പോൾ ഡാഡി പറഞ്ഞു ചായ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ വെച്ചു. ചായ വെച്ച് അപ്പോഴാണ് ഡോണിനൊരു പൂതി അവിൽ നനയ്ക്ക് മമ്മി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, കുറേ ദിവസങ്ങളായില്ലേ ഇങ്ങനെ പകലെന്തെങ്കിലുമൊക്കെ കഴിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു നാളികേരം കൊണ്ടുവന്നു, അത് കെട്ടുപോയി. രണ്ടാമത്തെ നാളികേരം നോക്കിയപ്പോൾ നിറച്ച് ഇങ്ങനെ അടർന്ന് വീണു. എന്നാലും സാരില്ല, അടർന്നത് ഡാഡി ഒരു ചെപ്പിലാക്കി. ബാക്കി നല്ല നാളികേരം എടുത്തിട്ട് ഞാൻ അവിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഇത്തിരി ഒന്ന് നനച്ച് 3 പാത്രത്തിലാക്കി കുറേശ്ശെ എടുത്തുള്ളൂ. കാരണം പഞ്ചസാരയുള്ള സാധനമല്ല. അപ്പോൾ ഞാൻ വിളയിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി നാളികേരം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അവിടെ വെച്ചു. അപ്പോഴാണ് നമ്മളുടെ ഫ്രിഡ്ജിലെ ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ ഞാൻ പൊടിച്ചിട്ട് നമ്മുടെ പട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നൂലപ്പവും പുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പൊടിച്ച് കറികളൊക്കെ ആക്കി റെഡിയാക്കി വെച്ച് അവർക്ക് കൊടുത്ത്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം മുറ്റത്ത് നല്ല അന്തരീക്ഷം. അപ്പോൾ ചാക്കോച്ചൻ അധികം നേരം മുറ്റത്തേക്ക് നമ്മൾ ഇറക്കാറില്ല. പിന്നെ നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ വിചാരിച്ചു കുറച്ച് നേരം മുറ്റത്ത് നിൽക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും മുറ്റത്ത് നിന്ന് കുട്ടികളെ കളിപ്പിക്കുകയും നമ്മളുടേതായ മറ്റേത് എപ്പോഴും യാത്രയെ പതിവ്. അപ്പോൾ ഇന്ന് യാത്രയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു ഞായറാഴ്ച, പണ്ടും ഇങ്ങനെയാണ്, ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒരുവിധം വീടുകളിലൊക്കെ ഇങ്ങനെ എല്ലാവരും സന്ധ്യ നേരത്ത് പുറത്തിറങ്ങി കുട്ടികളായിട്ടുള്ള ഒരു കളിയും ബഹളവും ഇതൊക്കെയാണ് എനിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഡാഡി അപ്പുറത്ത് നനയ്ക്കാൻ പോയി. ഡിവൈൻ മുറ്റത്തുള്ള ഇലകൾ പെറുക്കി കളയണു. ഞാനിവരുടെ കൂടെ ഓളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെടികൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നിൽക്കണു. അങ്ങനെ പാച്ചു ചാക്കോച്ചൻ കറക്റ്റ് തോമുവിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. അവനും വണ്ടിയോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ തോമുമാണ് റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. വണ്ടിയുടെ ഇത് കൺട്രോൾ ചെയ്യുന്നത് തോമുമാണ്. അപ്പോൾ തോമുവിനും അതെ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൻ്റെയും അപ്പാപ്പൻ്റെയും അതേ ഒരു ടേസ്റ്റാണ് കുട്ടികൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഡാഡി ആ സൈഡിൽ നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നു പാച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറയണത്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു വണ്ടി വന്ന് നിന്നു. നമ്മുടെ പാച്ചുവും ഡിമ്പിളും ഒക്കെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറക്കാൻ പോയി നോക്കിയപ്പോൾ നമ്മളുടെ പാച്ചു ഓടി വരുന്നു. ശരിക്കും പാച്ചു ഇല്ലാത്തതിൻ്റെ പേരിൽ വീട് ശരിക്കും ഉറങ്ങിയ പോലെയായിരുന്നു. പാച്ചു വന്നാലേ തോമൂനൊരു ഉഷാറുള്ളൂ. ഇവർ 2 പേരും 3 ആളും കൂടി കൂടുമ്പോഴാണ് ഒരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ മാത്തനാണ് കേട്ടോ കൂടെ വന്നത്. അതായത് ആൻസൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മകനാണ് മാത്തനും ലവ്യ എന്ന് എപ്പോഴും പറയില്ല. അമ്മല് ശില്പ ഇവർ 3, പിന്നെ 2 നിഷ ചേച്ചിമാർ, ഇവരൊക്കെയാണ് പപ്പയുടെ വീട്ടിലത്തെ മക്കളൊക്കെ കേട്ടോ. ലിജേഷ്, പിന്നെ മറ്റവൻ്റെ പേര് എന്തിട്ട് അയ്യോ എൻ്റെ വായയിലുണ്ട് വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ലീവ് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ. അപ്പോൾ ഇവർ 5 പേര് മരുമക്കൾ അവിടുത്തെ കേട്ടോ. 5 തന്നെയല്ലേ, എനിക്ക് തെറ്റിയോന്ന് എനിക്കറിയില്ല. 5 പേരാണ് എപ്പോഴും ഇവരുടെ വർത്തമാനത്തിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ലവ്യ 3 ദിവസം മുമ്പ് 3-ാം തീയതി ദുബായിക്ക് പോയേക്കുക. അപ്പം മാത്തനെ ഡോൺ കളിയാക്കുക, നീ വീണ്ടും ബാച്ചിലറായിടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ തോമു പാച്ചു വന്നോട് കൂടിയിട്ട് തോമുവിന് ഭയങ്കര ഉഷാറായി. അവിടെ കളിയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് വണ്ടിയിൽ കയറിയെങ്കിലും അപ്പാപ്പനെ നോക്കുക, എൻ്റെ അടുത്തേക്ക് ഓടി വരിക, എൻ്റെ മേൽ കയറുക. അപ്പോൾ ഇത് നമ്മുടെ ആൻസൺ ബ്രോൻ്റെ തല നോക്കി ഇന്നലെ പോയിട്ട് മുടി ശരിക്ക് സെറ്റ് ചെയ്തത് അത്രേ. അപ്പോൾ വേറൊരു സ്റ്റൈലായി അവൻ. എന്നാലും കുഴപ്പമില്ല, അവനും എല്ലാ സ്റ്റൈലും പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇത് 2 തെങ്ങ് റൂട്ടിലേക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്ന് ഞങ്ങളുടെ ചർച്ചാ വിഷയം. ഇവർ വന്നിട്ട് പറയാറുണ്ട് റൂട്ടിലേക്കാണല്ലോ ചാഞ്ഞ തെങ്ങ് നിൽക്കണേന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ വന്ന് സൈഡിൽ വന്നിരിക്കുന്നു. കുട്ടികളെ കണ്ടപ്പോൾ അവർ വന്ന് ഇവിടെ നിൽക്കുക. അപ്പോൾ പാച്ചു ഇടയ്ക്ക് ഓടിപ്പോവും, അവരെ ഒന്ന് പോയി കളിപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 3 ആളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡ് ഇങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം നിറച്ച് ആ ഗേറ്റ് മേലത്തെ ഫുൾ മണി പ്ലാന്റ് ഉള്ള കാരണം ഇവരെ കാണാറില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ വെട്ടി ഒതുക്കിയ കാരണം കറക്റ്റ് അപ്പുറത്തേക്ക് എല്ലാതും കാണാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ആൻസൻ്റെ ഒക്കെ തിരുന്നിട്ട് ആൻസനെ ഒന്ന് പേടിപ്പിക്കുകയാണ്. പേടിപ്പിച്ചപ്പോൾ അവൻ കരയാണ്. കാരണം അവൻ അങ്ങനെ ആരും പേടിപ്പിക്കുകയും ദേഷ്യപ്പെടുകയോ ചെയ്യില്ലല്ലോ.
അപ്പോൾ പേടിപ്പിച്ചപ്പോൾ ഈ ഭയങ്കര കരച്ചിൽ, ചുണ്ടുളുക്കിയിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചന് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 4 കാലുമേ ആനയായിട്ട് ഓടി തുടങ്ങിയിട്ടോ. ഞാനത് പിന്നെ വീഡിയോ എടുക്കാത്തത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവർ കയറി ഭക്ഷണമൊന്നും, ചായ വെള്ളം ഒന്നും കുടിച്ചില്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇവർ വരും വഴിക്ക് ചായ കുടിച്ചു. പിന്നെ കെസ്റ്ററിൻ്റെ അടുത്ത് കയറാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. അങ്ങനെ അവിടെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ആൻസൺ നാളെയാന്ന് തോന്നുന്നുണ്ട് പോണത്. അപ്പോൾ അങ്ങനെ മാത്തനും ആൻസനും മടങ്ങി. അപ്പോൾ ശരിക്കും സന്ധ്യയായിട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് വന്നപ്പോൾ അവർ കഴിച്ചിട്ടാണ് വന്നേ, വേണ്ട എന്ന് പറഞ്ഞാൽ ഉള്ള നേരം മുറ്റത്ത് തന്നെ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് അകത്ത് ലഗേജൊക്കെ വെച്ചിട്ട് അവരിതാ ഇറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നാളെ തൊട്ട് പാച്ചു ഇവിടെ മറ്റേ ഫസ്റ്റ് സ്കൂളിലേക്ക് പോവും. തോമും പാച്ചു ഒന്നിച്ചാവും മിക്കവാറും പോവുക. അപ്പോൾ അതൊക്കെ നാളെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളുടെ പാച്ചുട്ടൻ അപ്പയ്ക്ക് ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ. അവനങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും അപ്പം പോവാണ്, അതിന് വാശി പിടിക്കുകയൊന്നുമില്ല. ടാറ്റ പറഞ്ഞ് ആളെ യാത്രയാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അക്കിയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം, ഇപ്പോൾ തൊട്ടടുത്താണല്ലോ, പോച്ചുവിന് ഒന്ന് പോവാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിവൈനും ഡോണും കുട്ടികളും വന്നില്ല. ഡിവൈൻ ഓൾറെഡി രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പൊന്നും പാച്ചുവും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിമ്പിളും കുറേ വർഷങ്ങളായിട്ട് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ വസന്തേച്ചി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഞങ്ങളും ഓരോ പിടി ബിരിയാണി കഴിച്ചു. ഡാഡി കഴിച്ചില്ല കേട്ടോ. ഞാനും ഡിമ്പിളും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കാണ്ടിരിക്കുക, പ്രത്യേകിച്ച് വസന്തേച്ചി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ പോന്നു കേട്ടോ. പോന്ന് അവിടെ നിന്ന് വന്ന് ഞങ്ങളിതേ ഡോണും ഡാഡിയും ഡിവൈനും ഫുഡ് കഴിക്കായിരുന്നു. അതിൻ്റെ ഒപ്പം പാച്ചു 2 പീസ് മാങ്ങയൊക്കെ തിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും വർത്താനം പറയാനായിട്ട് അവിടെ ഇരിക്കപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പരിയപ്പുറത്തത്തെ കാര്യങ്ങൾ കഴിച്ച് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ പട്ടികൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഇന്ന് മൊത്തത്തിൽ വലിയ ഇടിയും മഴയൊന്നുമില്ല. അവർ ഇടിയും വെട്ടും മഴയും വന്നു കഴിഞ്ഞ് ഇവർക്ക് ഭയങ്കര പേടി. ഇവർ നമ്മുടെ ബാക്കിലത്തെ ഡോറുണ്ടല്ലോ, ഡോറുമ്മ നിന്ന് മാന്തും പേടിച്ചിട്ട്. പ്രത്യേകിച്ച് കിയയ്ക്ക് ഭയങ്കര പേടിയാട്ടോ ഇടിവെട്ട്. അപ്പോൾ അവൾക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ അവരെ അകത്ത് കയറ്റിയിട്ടില്ല. ഞാനത് കുഞ്ഞിലെ ഇവരൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ടെന്നല്ലാണ്ട് വലുതായ പിന്നെ ഇവരെ ഞാൻ അകത്ത് കയറ്റാറില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും അപ്പോൾ അവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർ വന്നപ്പോൾ കുറേ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ചോക്കോബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമു കഴിച്ചു, പാച്ചു കഴിച്ചു, അപ്പോൾ ഞാൻ കഴിച്ചു, ഇപ്പോൾ ഡിമ്പിൾ കഴിക്കുകയാണ്, ഡിവൈനും കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോ മുറികൾ തെളിച്ച് പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ഇവരത് ഡൈനിങ് റൂമിലേക്ക് ആക്കിയിട്ട് ഞാൻ കിച്ചൺ അടച്ചു. പിന്നെ അവരവിടെ ഇരുന്നിട്ടായി വർത്താനം. ഒരു സംഭവം 8 ദിവസം 9 ദിവസം കൂടെ ആയിട്ടുള്ളൂ പോയിട്ട്. പക്ഷേ 90 ദിവസത്തെ വർത്താനം ഉണ്ടാവും അവർക്ക് പറയാനായിട്ട്. അങ്ങനെ രണ്ടാളും കൂടി ഡിമ്പിളുടെ ബെഡ്റൂമിലേക്ക് കടന്നിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് സോഫി കൊണ്ടുവന്ന ബോക്സ്. അപ്പോൾ അവർക്ക് എന്തോ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ വരാൻ കാത്ത് നിൽക്കുകയാണ് ഞാൻ തുറന്ന് നോക്കാമെന്ന്. അപ്പോൾ ഈ രണ്ടാളും കൂടി തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ കാണിക്കില്ല എന്താണ് ഏതാണെന്നുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്. അത് കുട്ടികൾ പറഞ്ഞു സോഫിയോട് ചോദിച്ചിട്ട് ഇതെവിടത്തെയാണ് എന്താണ് അങ്ങനെ ഓരോന്നിനും ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് ചോദിച്ചിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായിട്ടൊന്നും കാണിക്കുകയോ പറയുകയോ ചെയ്യില്ല. കുട്ടികൾ നോക്കി അത് ഡിവൈനും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കി പരസ്പരം അത് ഓരോന്ന് കാണണു എന്നല്ലാണ്ട് ഞാൻ തിരിച്ച് അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയില്ല. ഞാനത് കംപ്ലീറ്റ് അതിൻ്റെ വീഡിയോ ആ പള്ളിയുടെയും കാര്യങ്ങളുടെയും നേർച്ചകളുടെയും വഴിപാടിൻ്റെയും ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കിതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടത്തെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം അത് വ്യക്തമായിട്ട് പറയാനായിട്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് ഇസ്രായേലിൽ നിന്നാണ് വന്നിട്ടുള്ള ജെറുസലേം അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനതിൻ്റേതായ വിശുദ്ധിയുണ്ട്. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ അത്ഭുതത്തിൽ ഓരോന്ന് കാണുകയാണ്, ഓരോന്നിൻ്റെ സ്മെല്ലും കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മൾക്ക് വേണ്ടി കത്തിച്ച മെഴുകുതിരിയാണ്. അവിടെ കത്തിച്ച മെഴുകുതിരി എനിക്ക് കത്തിക്കുമ്പോൾ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സംഭവമാണ്. അപ്പോൾ അവരെന്താ പറയുക, അവരതേ ഇതിലാണ് അവരത് കണ്ട് ഓരോന്നും നോക്കി കാണുന്നത്. അപ്പോൾ അന്ന് ഡാഡി ഇത് പൊട്ടിച്ചെങ്കിലും പെട്ടെന്ന് ഒരൊറ്റ ഇതിൽ കുറേ കട്ട് ചെയ്യേണ്ടത് അത്ര കട്ടിയിലായിരുന്നു. പിന്നെ ഞാനിതിൽ കുറേ സംഭവങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി സമാധാനത്തിൽ കാണിക്കണം. അവിടെ അപ്പുറത്ത് അപ്പാപ്പനും മോനും ഭയങ്കര കളിയാട്ടോ.
അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ കണ്ടിട്ടാണെന്നറിയില്ല കുഷീനുകളൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലിരിക്കുക, അതിൻ്റെ മുകളിൽ കിടക്കുക, അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോ കളികളല്ലേ കുട്ടികൾക്ക്. അപ്പോൾ അവൻ്റെ ഫോണിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവനെന്തായാലും ഫോൺ കൊടുക്കുക. അവനെന്നല്ല തോമോനും കുറച്ച് നേരമൊക്കെ കൊടുക്കും കേട്ടോ. നമ്മൾ കൊടുക്കില്ല എന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സന്തോഷമുള്ള വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.